ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ ഉദിച്ച് 8 നാഴിക 8 വിനാഴിക ചെല്ലുമ്പോഴാണ് ഈ വർഷത്തെ വിഷു സംക്രമം നടക്കുന്നത്. മീനരാശിയിൽ നിന്നും സൂര്യൻ ഉച്ചരാശിയായ മേടത്തിലേക്ക് സംക്രമിക്കുന്നതിനെയാണ് വിഷു സംക്രമം എന്ന് പറയുന്നത്. വിഷു സംക്രമം ഈ വർഷം ഉദയത്തിന് ശേഷമാകയാൽ വിഷു ആഘോഷങ്ങൾ 15-ാം തീയതിയാണ്. വിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാംഗ ഗണിതപ്രകാരം 27 നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ പറയുന്നുണ്ട്. 9 നക്ഷത്രങ്ങളെ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്കം വിഭാഗത്തിലുമാണ് പഞ്ചാംഗ ഗണിതപ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശൂലം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ഗുണഫലങ്ങളുമാണ് അനുഭവപ്പെടുക. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷു വർഷത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ്. ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് വിഷു ഫലം. അതായത് മേടമാസം 1-ാം തീയതി മുതൽ മീനമാസം 30-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് വിഷുഫലം. വിവിധ തരത്തിലുള്ള ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ജ്യോതിഷത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് വിഷുഫലം. സൂര്യൻ അതിന്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ദിവസം മുതൽ ആരംഭിക്കുന്നതാണ് വിഷുവർഷം. ആ വിഷുവർഷത്തിലെ ഫലത്തിനാണ് കൂടുതലായി പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത്. ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നത് മകം, പൂരം, ഉത്രം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളും മധ്യഷഡ്കം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം കൂടുതൽ ശുഭമായിരിക്കും. ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും തന്നെ വലിയ ഉയർച്ച ജീവിതത്തിൽ അനുഭവപ്പെടും. വലിയ ബഹുമതികളും പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ നേടുവാനുള്ള അവസരം ഉണ്ടാകും. അന്തർദേശീയ തലത്തിൽ പോലും ബഹുമതികളും സമ്മാനങ്ങളും ലഭിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. വലിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനും ഉന്നത വിജയം നേടി വലിയ ജോലി നേടുന്നതിനും ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കും. വിദേശ സർവകലാശാലകളിൽ പഠിച്ച് ഉന്നത വിജയം നേടുന്നതിനും അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുമതികൾ പോലും കരസ്ഥമാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. വിശേഷ വസ്ത്രാഭരണങ്ങളും അമൂല്യങ്ങളായ ആഭരണങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും. വിഷു ആരംഭത്തിൽ തന്നെ ഇവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. രാശിനാഥനായ സൂര്യൻ മേടം രാശിയിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആദ്യത്തെ ഒരു മാസം. അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ മാസത്തിൽ തന്നെ അവർക്ക് അനുഭവപ്പെടും. ശരീര സുഖവും ഉന്മേഷവും വലിയ സമ്പത്തും ഒക്കെ വർഷത്തിന്റെ ആദ്യം തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ വീട് വാങ്ങുവാനോ പുതിയ വീട് പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ് ഈ വിഷുവർഷം. വാഹനം വാങ്ങുന്നതിനും ഈ രാശിയിൽ ജനിച്ച എല്ലാവർക്കും തന്നെ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. വിവിധ തരത്തിലുള്ള ധനലാഭം ഈ രാശിയിൽപ്പെട്ടവർക്ക് ഈ വിഷുവർഷത്തിൽ അനുഭവപ്പെടും. വസ്തു വിൽപ്പന നടത്തി കൂടുതൽ ലാഭകരമായ രീതിയിൽ പണം മുടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഈ വിഷുവർഷത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഈ രാശിയിൽപ്പെട്ടവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു തൊഴിൽ ലഭിക്കും. കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഈ രാശിയിൽപ്പെട്ടവർക്കെല്ലാം അനുഭവപ്പെടും. ഷെയർ മാർക്കറ്റിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർക്ക് പല മടങ്ങ് വർദ്ധിച്ച് പണം തിരികെ ലഭിക്കും. വിവിധ സ്രോതസ്സുകളിലൂടെ ഈ രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. ഉദ്യോഗത്തിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കൃഷിയിൽ നിന്നോ ഒക്കെ ഇവർക്ക് കൂടുതലായി വരുമാനം പ്രതീക്ഷിക്കാം. അതുപോലെ പാർട്ണർഷിപ്പ് വ്യവസായത്തിലൂടെയും
മെച്ചപ്പെട്ട ലാഭം ഇവർക്ക് കൈവരുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷു വർഷത്തിൽ തന്നെ അത് സാധിക്കുന്നതാണ്. ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവപ്പെടും. സമ്പത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടുന്നതാണ്. പാഴ്ചെലവുകളെ കാര്യമായി നിയന്ത്രിച്ച് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഇവരെ കൊണ്ട് സാധിക്കും. രോഗദുരിതങ്ങൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും വളരെ വേഗത്തിൽ മോചനം ലഭിക്കുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരികയും ചെയ്യും. ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ചിലരെങ്കിലും തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങൾ പോലും തങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യത കാണുന്നു. നിശബ്ദരായി തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇക്കൂട്ടരെ കുറിച്ച് എപ്പോഴും കരുതൽ ഉണ്ടാകേണ്ടതാണ്. ഏതു കാര്യവുമായി മുന്നോട്ട് പോകുമ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളെ അധികം ഗൗനിക്കാതിരിക്കുന്നത് നല്ലതാണ്. പൊതുവെ ഈ കൂറുകാർക്ക് ഈ വിഷു വർഷം ശുഭഫലങ്ങളുടെ ആധിക്യമാണ് അനുഭവപ്പെടുക. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്ന ഒരു വർഷമായിട്ട് ഈ വിഷു വർഷം മാറും. ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഈ വിഷുക്കാലം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.